വിരിഞ്ഞ കുട്ടികളാണ്. ഇതാണ് നമ്മളെ കുട്ടികൾ കേട്ടോ. ഇതൊക്കെ കരിങ്കോയുടെ കുട്ടികൾ തന്നെ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ ഇൻക്യുബേറ്റർ കേട്ടോ. അതിൻ്റെ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇൻക്യുബേറ്റർ കിട്ടിയത്, എങ്ങനെയാണ് ഇതിന് മുട്ട വെക്കാറൊക്കെ പല ആളുകളും ചോദിച്ചിട്ടോ. ഈ ഒരു ഇൻക്യുബേറ്ററിൻ്റെ അടുത്ത് ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ടേ എത്ര മുട്ട വെച്ചിട്ടുണ്ടെന്ന് നോക്കിയാലോ. ഇതുണ്ടോ, ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ ഡീറ്റെയിലൊക്കെ. കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത ഡീറ്റെയിലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇന്നൊക്കെ ഇപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ മുട്ട വെക്കുമ്പോൾ ഇത് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററാണ് കേട്ടോ. സാധാരണ മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട്, ഇത് സെമി ഓട്ടോമാറ്റിക് ആണ്. സെമി ഓട്ടോമാറ്റിക് ആകുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വെച്ചാൽ പോലും ഇത് തുറക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉണ്ടോ പുറത്ത് ലിവർ വരുന്നുണ്ട്, ലിവർ പോയിട്ടുണ്ട്. ആ ലിവർ ഇവിടെ താഴെ വരുന്നുണ്ട്. ജസ്റ്റ് വലിച്ചെടുത്താൽ മതി. ഞാൻ വലിക്കുക കേട്ടോ, കാണിച്ചു തരാം. കണ്ടോ, ഞാൻ വലിച്ചു. അപ്പോൾ ഈ മുട്ട എല്ലാം റൊട്ടേറ്റ് ആയി. ഇനി നമുക്ക് തുറന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. കാരണം നമുക്ക് വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇപ്പോൾ ഇനി രാവിലെ നമ്മൾ വലിച്ചു കൊടുത്ത് വൈകുന്നേരം മുട്ട കൈകൊണ്ട് തിരിക്കുന്നതിന് പകരം ഈ ലിവർ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ വീണ്ടും റൊട്ടേറ്റ് ആയി. കണ്ടോ, അപ്പോൾ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കിങ് കാണുന്നില്ലല്ലോ, വലിക്കുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ, എല്ലാത്തിനും മാർക്കിങ് കാണുന്നുണ്ട്. കണ്ടോ, ഇതാണ് സെമി ഓട്ടോമാറ്റിക് എടുക്കണം കേട്ടോ. അതിൽ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്പറേയും കൂടെ കൊടുക്കുന്നുണ്ട്. അവരെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം മുട്ട ഇപ്പോൾ ഒരാഴ്ച ആയി വെച്ചിട്ട്. എല്ലാം കരിങ്കോയുടെ മുട്ടയാണ്. അപ്പോൾ ഇതിൽ മുട്ട വിരിയുന്നതും വിരിയാത്തതും എങ്ങനെ വേർതിരിക്കാമെന്ന് നോക്കിയാലോ. നമ്മൾ മുട്ട വെച്ച് ഒരു 4-5 ദിവസം ആകുമ്പം കംപ്ലൈൻ്റ് ആയ മുട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ലീക്ക് ഔട്ട്. അപ്പോൾ അങ്ങനെ ലീക്കായി പോയതാണ് ഈ 2 മുട്ടയുടെ കറ കാണുന്നില്ലേ. പിന്നെ അതിനുശേഷം നമ്മൾ ഒരാഴ്ച ആയിട്ട് ഇതിന് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം. മൊബൈൽ ഫ്ലാഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രാത്രി ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ 7 ദിവസമായി കഴിഞ്ഞാലേ നമുക്ക് എങ്ങനെ മുട്ട ഒന്ന് സ്കാൻ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ അതിനാദ്യമായിട്ട് ഒരു മൊബൈൽ ഫ്ലാഷ് അല്ലേ, ഇതുപോലെ ഫ്ലാഷ് കത്തിച്ച് നമ്മൾ നിലത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നിന്നൊരു മുട്ട എടുക്കുക. നമ്മളിങ്ങനെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഒരു മൊബൈലാട്ടോ ജസ്റ്റ് ഇവിടെ കത്തിച്ച് വെച്ചു. ഇനി നമ്മളൊരു മുട്ട എടുത്തു കേട്ടോ. ജസ്റ്റ് ഒരു മുട്ട എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. ഇതിന് കണ്ടോ നിങ്ങൾ, ചെറിയൊരു നരമ്പുകൾ അതുപോലെ ഒരു രൂപങ്ങളൊക്കെ കണ്ടോ, ചെറുതായിട്ട് റെഡ് കളറിൽ കാണുന്നുണ്ടോ. ഇതാണ് ഇതിലുള്ള കോഴിക്കുഞ്ഞ് കേട്ടോ. അതുപോലെ നമുക്ക് വേറെ ഒന്ന് എടുത്ത് നോക്കാം. വേറെ ഒന്ന് എടുത്തിട്ടുണ്ട്, അതും ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് വെച്ച് കൊടുക്കുക. അതിന് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. റെഡ് കളറിൽ ഒരുപാട് നരമ്പുകൾ ഇങ്ങനെ കണ്ടോ, കണ്ടില്ലേ. ഇതൊക്കെ ഉള്ളതാണ് നമ്മൾ ഇതിൽ വെക്കേണ്ടത്. ഇതിങ്ങനെ ഇല്ലാത്തത് ബ്ലാക്കായി കിടക്കുന്നത് ഒരിക്കലും നമ്മൾ വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നരമ്പുകൾ മാത്രമുള്ളത് 7 ദിവസമായിട്ട് വെക്കുക. പിന്നെ നമുക്ക് 18 ദിവസം വരെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള എല്ലാ മുട്ടയും വെക്കുക. വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ 18 ദിവസം വരെയാണ് ഈ ലിവർ ജസ്റ്റ് വലിച്ചു കൊടുക്കേണ്ട ടൈം കേട്ടോ. ലിവർ അതുപോലെ വലിച്ചു കൊടുക്കുന്ന ടൈം. ഇനി മാനുവലാണെങ്കിൽ കൈകൊണ്ട് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ലിവർ ഉണ്ടാവില്ല എന്നുള്ളൂ. മാനുവൽ നമുക്ക് കൈകൊണ്ട് തിരിച്ചാൽ മതി. ഇനി ഫുൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അതും അവർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ 18 ദിവസം വരെ ചെയ്യാം. 19, 20, 21 ചെയ്യാൻ പാടില്ല. ഈ 3 ദിവസം ചെയ്യാൻ പാടില്ല. 21 ദിവസം വിരിഞ്ഞിറങ്ങും കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ 20, 21ാമത്തെ ദിവസം കേട്ടോ. ഏകദേശം കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് തുടങ്ങി കേട്ടോ. കണ്ടോ, നല്ല കരിങ്കോയുടെ കുഞ്ഞുങ്ങളാണ്. 3 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി വിരിഞ്ഞ് കേട്ടോ. ഇവിടെ ഒന്നതാ ജസ്റ്റ് ഇങ്ങനെ കണ്ടോ, ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചുണ്ട് വരുന്നുണ്ട്. ഈ 2 നെയ്തി എടുത്ത് അതുപോലെ ഈ സൈഡിലെ 1 നെയ്തി എടുത്ത് വീണ്ടും വിരിയാൻ കിടക്കുന്നതാണ്. ഈ 3 കുഞ്ഞുങ്ങൾ ഓൾറെഡി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൊത്തം വിരിഞ്ഞിട്ട് കാണാം. അതുപോലെ ബ്രൂഡിങ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, ഒരു ബൾബ് ഇട്ട് കൊടുക്കുക. ഒരു ഫീഡർ വാങ്ങിച്ചിട്ടുണ്ട്, അതും ജസ്റ്റ് ഇതിലൊന്ന് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മൊത്തം ഒന്ന് വിരിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടു നോക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ എല്ലാതും കഴിഞ്ഞു കേട്ടോ. ഏകദേശം മുട്ടകളൊക്കെ വിരിഞ്ഞു. 3 മുട്ടയാണ് വിരിയാത്തുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ മുട്ടയും വിരിഞ്ഞു. കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ബ്രൂഡിങ്ങിലോട്ട് മാറ്റി കേട്ടോ. സാധാ ഒരു 10 രൂപയുടെ ബൾബ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഫീഡറും വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടോ, ഏകദേശം നമുക്ക് 12 കുഞ്ഞുങ്ങളാണ് കിട്ടിയിരുന്നത്. 15 മുട്ട വെച്ചതിൽ അതിൽ 5 കുഞ്ഞുങ്ങൾ നമ്മൾ അയൽവാസിക്ക് കൊടുത്തിട്ട് അവരുടെ മുട്ടയായിരുന്നു. ബാക്കി 7 കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടാം. കരിങ്കോയുടെ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഏകദേശം 5 വർഷമായി ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇൻക്യുബേറ്റർ തന്നെയാണ്. അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൂടെ ചേർക്കുന്നുണ്ട്. അവർക്ക് കോൺടാക്ട് ചെയ്ത് അവർ വിട്ടു തരും കേട്ടോ.
ഇതാണ് നമ്മൾ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങൾ. ഇനി ഇവരുടെ കൂട്ടിലോട്ടൊക്കെ ആക്കുന്ന വീഡിയോസ് നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ കുട്ടികൾ കേട്ടോ. ഒക്കെ വിരിഞ്ഞ കുട്ടികളാണ് കേട്ടോ. ഇതാണ് നമ്മളെ കുട്ടികൾ കേട്ടോ. ഒക്കെ കരിങ്കോഴിയുടെ കുട്ടികൾ തന്നെ കേട്ടോ.